ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ പാടത്തും പറമ്പത്തൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പച്ചീര അല്ലെങ്കിൽ പൊന്നാങ്കണ്ണി എന്നൊക്കെ പറയും. ആ ചീര വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിലുള്ള ചളിയൊക്കെ നന്നായിട്ട് പോക്കണം. അപ്പം ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു ചീരയാണ്, തോരൻ വെക്കുന്ന ചീരയാണെന്നൊന്നും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും. പിന്നെ നമ്മൾ ചക്കക്കുരു എടുക്കുന്നുണ്ട്. ചക്കക്കുരു ഒരു 5-10 എണ്ണം എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് അത്ര എടുത്തോളൂ കേട്ടോ. ആദ്യം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെയാണ് ആ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ചതച്ച ചെറിയ ഉള്ളി, പിന്നെ ചതച്ച് വെച്ച ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ച നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മളൊരു കൈപ്പിടി അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കിട്ടുന്ന ചീര വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.